ഇനി അടുത്ത സെഗ്മെൻറ്റ് നമ്മളെ ഗ്രീൻ ബിസിനസ്സാണ്. ഞാൻ ഒന്നിനും കാശ് വാങ്ങുന്നില്ല, ട്രെയിനിങ്ങിനും കാശ് വാങ്ങുന്നില്ല, അഡ്വൈസിനും കാശ് വാങ്ങുന്നില്ല, മറ്റൊരുത്തിനും എനിക്ക് കാശ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പലരും ഞാനൊരു പൊട്ടനാണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഈ കാശ് വാങ്ങാതെ ചെയ്യാൻ എന്തത്ര കോടീശ്വരനാണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ കോടീശ്വരനുമല്ല, ഒരു പൊട്ടനുമല്ല. പക്ഷേ എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ ലോയൽറ്റി പോയിൻറ്റ്സ് ആണ് ഞാൻ ആരംഭിക്കാൻ പോകുന്ന ബിസിനസ്. ഗ്രീൻ ലോയൽറ്റി പോയിൻറ്റ്സ് വേൾഡിലെ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ $1 1 സെൻറ്റ്, അതായത് നമ്മൾ $1 വാങ്ങുമ്പോൾ 1 പോയിൻ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു ഡോളറിൻ്റെ റേറ്റ് ഒരു സെൻറ്റ് ഐ തിങ്ക് അറൗണ്ട് ഒരു 85 പൈസയോളം വരുന്നുണ്ട് ഒരു പോയിൻറ്റിന്. അല്ല, സാധാരണമായി നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ $100 പോയിൻ്റ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഗ്രീൻ പോയിൻ്റ് വഴി വ്യത്യസ്തമായ ഒരു പോയിൻറ്റിനുള്ള പ്രൈസാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഷോപ്പുകളെ ഗ്രീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഗ്രീൻ സീൽ എന്ന് പറയും, നമ്മളത് ഗ്രീൻ സീൽ കൊടുക്കാൻ പോവുകയാണ്. അതിനെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ആ നൈബർഹുഡ് ഷോപ്പിൽ ചെന്ന് അവിടുത്തെ പവർ കൺസംഷൻ കുറയ്ക്കുക, അവിടുത്തെ ആ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക പവർ കൺസംഷൻ കുറയ്ക്കാനായിട്ട്. എന്ന ശേഷം അവിടെ വരുന്ന ആളുകളെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനകത്ത് ലോ കാർബൺ പ്രോഡക്റ്റ് കൂടുതൽ വിൽപ്പനയ്ക്കുള്ള ഒരു ഇൻസെൻറ്റീവായിട്ട് നമ്മൾ ഈ ഗ്രീൻ പോയിൻറ്റ്സ് ലോഞ്ച് ചെയ്യുന്നത്. അതില്ലാതെ അവിടെ വരുന്നവരെ കൊണ്ട് ടേക്ക് ഗ്രീൻ പ്ലഡ്ജ്, ഒരു പ്ലഡ്ജ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ പ്ലഡ്ജ് എടുത്ത ശേഷം അവർ വാങ്ങുന്ന സാധനങ്ങൾക്ക് പല സ്ഥലത്തും ഇൻസെൻറ്റീവ് ലഭിക്കും. അത് ഓൺലി നഴ്സറീസ്, ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്, ക്ലീനിങ് പ്രോഡക്റ്റ്, അതായത് ഭൂമിക്ക് ഹാനികരമല്ലാതെ CO2 എമിഷൻ കുറഞ്ഞ പ്രോഡക്ട്സിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും, അതേമാതിരി ആ രീതിയിലുള്ളൊരു ഇൻസെൻറ്റീവൈസ് പ്രോഗ്രാമാണ് നമ്മുടെ ഗ്രീൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ സ്ഥാപനത്തിനകത്തും ലോയൽറ്റി പോയിൻറ്റ്സാണ് വൻ വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാപനങ്ങൾ ഏത് എണ്ണിക്ക എടുത്താലും ശരി, നമ്മളെ പല സ്ഥാപനങ്ങളെടുത്താലും അങ്ങനെയാണ് ഈ ലോയൽറ്റി പോയിൻറ്റ്സ് വൻ വിജയമായി വരുന്നത്. അതായത് കസ്റ്റമർ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ, തിരിച്ചും വരാനും ആ സ്ഥാപനത്തിനോടുകൂടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിപ്പോകാതെ അവിടെ തിരിച്ചും വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് ഈ ലോയൽറ്റി പോയിൻറ്റിൻ്റെ ഉദ്ദേശം. പക്ഷേ നമ്മുടെ ലോയൽറ്റി പോയിൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈബർഹുഡിൽ വേണം വാക്ക് ആൻഡ് ഷോപ്പ് എന്നുള്ള രീതിയിലും, ഓൺലൈൻ ഷോപ്പിങ്ങിനും, അല്ലെങ്കിൽ കാർബൺ എമിഷൻ റിഡക്ഷൻ ചെയ്യുന്ന എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് ഈ പോയിൻറ്റ്സ്, സോളാർ പ്രോഡക്ട്സ് ആണെങ്കിൽ ശരി, സോളാർ ലാംപ്സ് ആണെങ്കിൽ ശരി, LED ലാംപ്സ് ആണെങ്കിൽ ശരി, ആ രീതിയിൽ ഭൂമിക്ക് അനുസൃതമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഹൗ ടു സേവ് ഫ്രം കാർബൺ സിങ്ക്, അത് നിത്യേന ഒരു പ്രാക്ടീസായിട്ട് നമ്മൾ എടുക്കുമ്പോൾ, ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ലോയൽറ്റി പോയിൻറ്റ്സ് നമ്മൾ കൊടുക്കണം. ഇത് ഷോപ്പ് വഴിയും കിട്ടുന്നുണ്ട് അവർക്ക്. അതേമാതിരി ഗൂഗിൾ ടൂൾസ് ഉപയോഗിക്കാൻ വേണ്ടി, ഇമെയിൽ, ഗൂഗിളിൻ്റെ ടൂൾസ് എല്ലാം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്കൂളിൽ ചെന്ന് കുട്ടികൾക്കും ഇപ്പം തന്നെ അതിൻ്റെ ഒരു ട്രെയിനിങ്, ഹൗ ടു സേവ് ഫ്രം കാർബൺ സിൻ, എങ്ങനെയാണ് ഈ സിന്നിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് വിമോചനം നേടാൻ ഈ കുട്ടികൾക്കും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. സോ ഇത് നമുക്കൊരു പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ഗ്രീൻ ബിസിനസ്. അപ്പോൾ ഇതിൽ നമ്മൾ സെക്കൻഡ് ഗുഡ്സ് വിൽക്കുന്നവിടെയും നമ്മുടെ ലോയൽറ്റി പോയിൻ്റ് ലഭിക്കുന്നതാണ്. അത് കൂടാതെ മെക്കാനിക്സുകൾക്കും അവർക്കും ഈ ലോയൽറ്റി പോയിൻ്റ് കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരും ലോയൽറ്റി പോയിൻ്റ് നൽകുന്നതാണ്. സോ നമ്മളതിനാണ് ഗ്രീൻ ലോയൽറ്റി പോയിൻ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വാല്യൂ, ആ പോയിൻ്റ് റിഡംഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് പോയിൻറ്റിനെക്കാട്ടും, വേൾഡിലെ ഏത് പോയിൻറ്റിനെക്കാട്ടും ബെസ്റ്റ് റിഡംഷൻ എമൗണ്ടാണ് ലഭിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ബിസിനസ്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്, ഗ്രീൻ ലോയൽറ്റി പോയിൻറ്റ്സ് എന്നുള്ളത്. സോ ഇതുവഴി എനിക്ക് പൈസ കിട്ടും. അതുകൊണ്ട് ഞാൻ മറ്റുള്ള ഏതിനും ഒരു പൈസ വാങ്ങിക്കാൻ പോകുന്നില്ല. ട്രെയിനിങ് ഞാൻ ചെയ്യില്ല. ഞാനൊരു കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഓൺലി മാർക്കറ്റിംഗ് കൺസൾട്ടൻസി, അതിൽ ഞാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് അതിന് മാത്രം ഞാൻ കൺസൾട്ടൻസി കൊടുക്കും. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഞാൻ എക്സ്പേർട്ടാണ്. 10,000 പേരോളം എനിക്ക് ലിങ്ക്ഡിനിലുണ്ട്.
അതുകൊണ്ട് ഞാനിപ്പോൾ ലിങ്ക്ഡിൻ കൺസൾട്ടൻസിയും കൊടുക്കാൻ പോകുന്നുണ്ട്. ആ ലിങ്ക്ഡിൻ കൺസൾട്ടൻസിക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് 25,000 rupees പെർ മന്താണ് ചാർജ് ചെയ്യുക. ആ രീതിയിൽ ഇന്ത്യയിൽ 25,000ഉം എബ്രോഡിൽ $1,000 നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് മന്ത്ലി. ഒരു ലിങ്ക്ഡിൻ്റെ എല്ലാ വശങ്ങളും മറ്റേത് സോഷ്യൽ മീഡിയയും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഓൺലി ലിങ്ക്ഡിൻ മാത്രമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഞാൻ അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ അത് ഏത് സ്ഥാപനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ലിങ്ക്ഡിൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പോകുന്നത്.